നമസ്കാരം. ഇന്നത്തെ ദിവസം എങ്ങനെയാണ്? എല്ലാവർക്കും സൺഡേ ആണ്, കുറച്ച് പേരെങ്കിലും റിലാക്സ്ഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം, കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നൊന്ന് നോക്കി പറയാമോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമുക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താലേ കറക്റ്റായിട്ട് എക്സാക്റ്റായിട്ട് നമുക്കറിയാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്കും അറിയാമല്ലോ. ജനറലി നമുക്ക് നോക്കാം, ഒരുപാട് ആരുടെയൊക്കെ എനർജി കണക്റ്റ് ആവുന്നോ ജനറലായിട്ടേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. ഞാൻ വിചാരിച്ചു ആൽഫബറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്കത് നോക്കിത്തരാം. പക്ഷേ ഒരു കാര്യം, ഞാനിത് നോക്കാം, പക്ഷേ ഇതിൻ്റെ ഔട്ട്കം എന്ത് തന്നെ ആയാലും നിങ്ങളത് ഓവർലി മനസ്സിലേക്ക് എടുത്തിട്ട് കിടന്ന് സ്ട്രെസ്ഡായിട്ട് ടെൻഷൻ അടിച്ച്, കാരണം ഔട്ട്കം നെഗറ്റീവും ആവാം പോസിറ്റീവും ആവാം അല്ലേ? ഞാൻ ആദ്യമേ പറയുകയാണ്, ഐ ഡോണ്ട് വാണ്ട് യു ടു ഫോൾ ഇൻ ടു നെഗറ്റിവിറ്റി. നിങ്ങൾ ഒരു നെഗറ്റിവിറ്റി പോയി കിടന്ന് ടെൻഷൻ അടിച്ച്, ലൈക്ക് നിങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ ഒരു ഫാമിലി പോലെയാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ ഒരു നെഗറ്റിവിറ്റിയിൽ വീണ് കിടക്കുന്ന എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നെഗറ്റീവ് കാര്യങ്ങൾ വന്നാൽ അത് മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഇത് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ ഔട്ട്കം ചിലപ്പോൾ റെസനേറ്റ് ആവും, ചിലപ്പോൾ റെസനേറ്റ് ആവില്ല കേട്ടോ. എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ആവില്ല. അങ്ങനെ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചിട്ട് വേണം ഇത് മുന്നോട്ട് കാണാൻ. ഓക്കെ, ഇത് ചിലർക്കൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവും. അവിടെയൊക്കെ ചിലപ്പോൾ എന്ത് റിസൾട്ടാണ് വരിക എന്ന് എനിക്കറിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്, എനിക്ക് നിങ്ങളെപ്പറ്റി കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റീഡിങ് ചെയ്യാൻ മടിക്കുന്നത്, ഈ ഔട്ട്കം റീഡിങ്. പക്ഷേ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവിൽ വന്നപ്പോഴും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരെണ്ണം ചെയ്യാം. ഞാൻ ആൽഫബറ്റ്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി കാര്യത്തിൽ കിട്ടും. ഓക്കെ, ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് പേർപ്പസിന് വേണ്ടിയിട്ട് ഇത് കാണാവുന്നതാണ്. ഓക്കെ, നെഗറ്റിവിറ്റി ഒരിക്കലും എംബ്രേസ് ചെയ്യരുത്. പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നത് മാത്രം എടുക്കുക, നെഗറ്റീവ് ഡിവൈനിന് വിട്ടുകൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ തുടങ്ങാമോ? നമുക്ക് പോസിറ്റീവായിട്ട് കാണുക കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ തുടങ്ങാം. നാളെ 11 മണിക്ക്, രാവിലെ 11 മണിക്ക് ഞാൻ ലൈവ് വരുന്നുണ്ടാവും. പറ്റുന്നവർ ജോയിൻ ചെയ്യുക. നമുക്ക് പരമാവധി ഇത് ഇതിൻ്റെ ലൈവിൻ്റെ കാര്യം കൂടെ ഞാനൊന്ന് പറയട്ടെ. നമ്മൾ ലൈവ് ചെയ്യുന്ന ഒന്നാമത് നമ്മൾ ഈ ലിമിറ്റഡ് ടൈമിലാണ് അത് ചെയ്യുന്നത് അല്ലേ? കുറച്ച് സ്പീഡിലാണ് ഞാൻ ചെയ്തു പോകുന്നത്, കാരണം ഒരുപാട് പേര് വരുന്നുണ്ട്. കുറേശ്ശെ പേരായിട്ട് 10, 200, 250 പേര് ഒരു ദിവസം വരുന്നുണ്ടായിരിക്കും. മനസ്സിലാക്കണം, ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഒരു സ്പീഡിൽ ഒരു ലിമിറ്റ് ഓഫ് സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നോക്കി വരുമ്പോൾ ചിലപ്പോൾ മെസ്സേജസ് മിസ്സാവും, കാരണം അതിങ്ങനെ സ്പീഡായിട്ട് സ്ക്രോൾ ചെയ്ത് പോവുമല്ലേ. എന്നിട്ടും ഞാൻ ഇടയ്ക്ക് ബാക്കിലേക്ക് പോയിട്ട് നോക്കി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിലർ റിപ്പീറ്റഡായിട്ട് മെസ്സേജ് ഇടാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ മിസ്സായി പോവാം. ഓക്കെ, കാരണം ഈ പറഞ്ഞ പോലെ എനിക്കും ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. പരമാവധി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ മെസ്സേജസും തന്നെ ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പ്രസ്സിങ് ആണ്, നിങ്ങൾക്ക് അത്യാവശ്യമാണ്, നിങ്ങൾക്ക് ഇന്ന് അറിഞ്ഞേ തീരൂ എന്നുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ മാത്രം നിങ്ങൾ സൂപ്പർ ചാറ്റ് ഓപ്റ്റ് ചെയ്യാം. സൂപ്പർ ചാറ്റ് വരുമ്പോൾ എനിക്ക് തോന്നുന്നൊരു പേയ്മെൻറ്റ് അതിൽ വരും കേട്ടോ. പക്ഷെ നിങ്ങളുടെ മെസ്സേജ് ഹൈലൈറ്റഡ് ആയിട്ട് അവിടെ കിടക്കും. ബാക്കി മെസ്സേജസ് വന്നാലും എനിക്ക് നിങ്ങളുടെ മെസ്സേജ് കാണാൻ സാധിക്കും. എടുക്കണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല, ഇറ്റ്സ് എ ഫ്രീ റീഡിങ്. ഓക്കെ, പക്ഷെ പ്രസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് ഇത് അറിഞ്ഞേ തീരൂ ഇന്ന് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ സൂപ്പർ ചാറ്റ് എടുത്തോളൂ. ഓക്കെ, അല്ലെങ്കിൽ അതൊരു ഫ്രീ റീഡിംഗ് ആണ്, ആരും പേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പരമാവധി ആ ഒരു ടൈമിൽ ഇടയ്ക്ക് നെറ്റ് കണക്ടിവിറ്റി വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് മെസ്സേജ് സ്റ്റക്കായി പോകുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട് കേട്ടോ. അതുമെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒന്നും മാജിക് അല്ല ചെയ്യുന്നത്, നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പരമാവധി ഞാൻ ശ്രമിക്കുകയും ചെയ്യും കേട്ടോ. അത് ആരെങ്കിലും ഞാൻ വിട്ടു പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് അടുത്ത ലൈവിൽ നമുക്ക് നോക്കാം. കഴിയുന്നതും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പ്രോമിസ് ചെയ്യാതെ ഞാൻ തലേ ദിവസം വെച്ച് പറയാം, അതായിരിക്കും നല്ലത്.
കാരണം ഞാൻ പറഞ്ഞല്ലോ വീട്ടിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെല്ലാത്തിനും ഞാൻ തന്നെ പോകണം. അപ്പോൾ നിങ്ങൾക്കൊരു സമയം പറഞ്ഞിട്ടെങ്കിൽ എനിക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ കഴിയുന്നതും ഓൾട്ടർനേറ്റ് ഡേയ്സ് മോർണിംഗ്സിൽ തന്നെ ഞാൻ വരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഒരു ദിവസം വിട്ടുപോയവർ അടുത്ത ലൈവിലേക്ക് വരാൻ ശ്രമിക്കുക. ഓക്കെ, മെസ്സേജ് ഞാൻ മനഃപൂർവ്വം ആരെ അവോയ്ഡ് ചെയ്യുന്നതല്ല, നിങ്ങളങ്ങനെ വിചാരിക്കരുത്. മെസ്സേജസ് വിട്ടു പോകുന്നതാണ് ചിലത് കേട്ടോ. പരമാവധി ഞാൻ ബാക്ക് പോയി നോക്കാറുണ്ട്, പക്ഷെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ഒരുപാട് ജമ്പ് ചെയ്ത് പോകും ചിലപ്പോൾ. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, അത്രയ്ക്ക് പ്രസ്സിങ് ആണ്, നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയേ തീരുമെന്നുണ്ടെങ്കിൽ സൂപ്പർ ചാറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ഒന്നും പേ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ ഫ്രീ റീഡിങ് കേട്ടോ. തുടങ്ങാണ് അപ്പം ഞാൻ. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് അവരൊരു റിലേഷൻഷിപ്പിലാണ്. അവരുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം ABCDEFൽ തുടങ്ങുന്നതാണ്. ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. ഫ്യൂച്ചറിൽ ഇവർ തമ്മിൽ നല്ലൊരു ബന്ധം വരുന്നുണ്ടോ? ലോങ് റണ്ണിൽ ഇവർ ഒന്നിക്കുന്നുണ്ടോ? റീയൂണിയൻ വരുന്നുണ്ടോ? ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. ഇവരുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം ABCDEFൽ തുടങ്ങുന്നു. ഫ്യൂച്ചർ ഒന്ന് കാണിച്ചു തരൂ. എടുക്കണേ. ദി എംപ്രസ്, 5 of Pentacles, Queen of Pentacles, Death, Lovers, and 6 of Cups ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. സന്തോഷമായില്ലേ? ഈ ഗ്രൂപ്പുകാർ പൊതുവെ ഇത്തിരി റൊമാൻറ്റിക് ഫീലിംഗ് കൂടുതലായിട്ട് വെക്കുന്നവരാണ്. എല്ലാ റീഡിങ്ങിലും തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പുകാർ പൊതുവേ കുറച്ച് റൊമാൻറ്റിക് പീപ്പിളാണ് അല്ലേ? അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു എംപ്രസ് എനർജിയിലാണ് ഭാവിയിലും കാണാൻ പോകുന്നത്. ഫ്യൂച്ചർ ടെൻസിലാണ് ഞാൻ ഇനി പറയുന്നത് കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഭാവിയിലും നിങ്ങൾ അവരുടെ ലൈഫിലൊരു എംപ്രസ് സാന്നിധ്യം തന്നെയാണ് കേട്ടോ. അവർക്ക് നിങ്ങൾക്കായിട്ടൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവരുടെ ലൈഫിൽ ഇല്ല, അവരതിനെപ്പറ്റി ആലോചിക്കുന്നുമില്ല. ഓക്കെ, അതേപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലംസിൽ കൂടെയൊക്കെ പോവാൻ സാധ്യതയുണ്ട്. ലേറ്റർ നിങ്ങളൊരു ജീവിതം ഒന്നിച്ച് തുടങ്ങുന്ന സമയത്ത് കേട്ടോ. പക്ഷെ ആ സമയത്ത് നിങ്ങൾ അവരെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തെങ്കിലും കുറവുകൾ ജീവിതത്തിൽ വന്നാലും, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നാൽ തന്നെയും നിങ്ങൾ പരസ്പരം വളരെ താങ്ങി നിന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫ്യൂച്ചർ നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ തന്നെ, ഇത് എക്സിസ്റ്റിംഗ് സ്പൗസൊക്കെ ആയിരിക്കാം, എന്തെങ്കിലും പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, എന്തെങ്കിലും ഒരു വഴക്ക് അവിടെ ഉണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ആ പ്രശ്നത്തിനൊരു എൻഡിങ് കുറിച്ചിട്ട് ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹം തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലും ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും അവിടെ കാണുന്നില്ല കേട്ടോ. അതായത് നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമാണ്. ഒരു 2 കൊല്ലത്തിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം. ഓക്കെ, ഒരുപാട് ഓർമ്മകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ പഴയ കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത സമയങ്ങളൊക്കെ നിങ്ങൾ ഓർക്കാറുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ എനർജിയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഒരു നല്ല ജീവിതം, സാധാരണ ഒരു ലൈഫിൽ, ഒരു മാരീഡ് ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ പരസ്പരം താങ്ങി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വളരെ നല്ല എനർജി അല്ലേ? ഇതിൽ ടോറസ് രാശിക്കാർ, ഋഷഭം, ഇടവ രാശിക്കാർ ഒരുപാട് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ ജെമിനൈ മിഥുന രാശിക്കാരും ഒരുപാട് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. സ്കോർപിയോ വൃശ്ചിക രാശിക്കാരും ഒരുപാട് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. ഓക്കെ, 5 ഓഫ് വാൻഡ്സ് കേട്ടോ, കിങ് ഓഫ് സ്വാർഡ്സ്,
Two of Swords, the Sun, Knight of Wands, Six of Swords, Page of Cups. ഓക്കെ, ഇവിടെയും ഹൈ പ്രീസ്റ്റസ് ബോട്ടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഓൾറെഡി ബോട്ടം ഓഫ് ദ ഡെക്ക് ഞാൻ എടുത്തുകൊണ്ട് ഇത് എടുക്കുന്നില്ല കേട്ടോ. ചിലരെങ്കിലും കൺഫ്യൂഷൻസ് മൂലം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം, ഈഗോ മൂലം എല്ലാം ഒന്ന് വഴക്കിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഈഗോ ആയിട്ട് നിങ്ങൾ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവരുടെ ഈഗോ മൂലം ഇവർ മിണ്ടാതിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ലിയോ രാശിക്കാരും ഈ ഗ്രൂപ്പിൽ ഒരുപാട് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്, ചിങ്ങ രാശിക്കാർ കേട്ടോ. ഈഗോ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും എല്ലാം മാറി, കൺഫ്യൂഷൻ എല്ലാം മാറി ഇവർ കുറച്ച് ഈഗോ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സൺ കാർഡാണ്. കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും, വഴക്കൊക്കെ ഉണ്ടെങ്കിലും, ഈഗോ ഒക്കെ ഉണ്ടെങ്കിലും അവർ ഒന്ന് തന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട്, കൺഫ്യൂഷൻ മാറി ക്രോസ് ഔട്ട് സിറ്റുവേഷനിൽ ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. കൺഫ്യൂഷൻ മാറി ഒരു ക്ലാരിറ്റി, ഒരു പോസിറ്റിവിറ്റി അവരുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഫ്യൂച്ചറിൽ ബ്രൈറ്റ് ആണ്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറാണോ, ഇത് എത്ര വേഗം നടക്കും എന്നൊന്നും ഞാൻ ഇവിടെ നോക്കിയിട്ടില്ല. ഓക്കെ, നിങ്ങളെ പ്രതി എന്നും ഇവർ പാഷനേറ്റായിട്ട് ഇരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ ലൈഫിൽ. അഥവാ ഇവരെ എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുന്നതായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് അവരെ പറഞ്ഞ് തിരുത്തി കൂടെ നിൽക്കണം കേട്ടോ. അതായത് കുറച്ചൊരു ഇമ്മെച്യൂരിറ്റി അവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ. ഈഗോ ഉണ്ട്, ഇമ്മെച്യൂരിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്കൊരു നല്ല ദിശ കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ്. അതേപോലെ ഒരുമിച്ച് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ കാണുന്നുണ്ട്. നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഭാവിയിലും നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇൻ കേസ് നാളെ ഒരു മാരേജ് നിങ്ങൾ തമ്മിൽ പോസിബിൾ ആവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കുറച്ചൊരു ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുമിച്ച് യാത്രകൾ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, സ്നേഹമായിട്ടുള്ള മെസ്സേജസ്, കാര്യങ്ങൾ എല്ലാം നിങ്ങൾ തമ്മിൽ തുടരും. അവിടെ സ്നേഹത്തിന് യാതൊരു കുറവും കാണുന്നില്ല. ഇവരുടെ ഇമ്മെച്യൂരിറ്റി ഒരു ഇഷ്യൂ ആണ്. ചില സമയത്ത് എടുത്ത് ചാടി പ്രവൃത്തികൾ ചെയ്യുക, എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുക, അതിനുള്ളൊരു പ്രവണത നിങ്ങളുടെ പേഴ്സണ് കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് തിരുത്തി അവരെ ഒരു സ്റ്റെബിലിറ്റിയിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഈ ഗ്രൂപ്പുകാർക്ക് പൊതുവെ നല്ല ഒരു റീഡിംഗ് ആയിട്ട് തന്നെയാണ് കണ്ടത്. നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് തന്നെയാണ്. എല്ലാ ഫാമിലി ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും, വഴക്കുകൾ ഉണ്ടായിരിക്കും, കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അത് തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് സ്നേഹമായി പോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത ഗ്രൂപ്പുകാർ GHIJKL, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, ഫ്യൂച്ചർ എന്താണ്, ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. ഇവർ തമ്മിൽ റീയൂണിയൻ സാധ്യതകളുണ്ടോ? നല്ല ഫ്യൂച്ചറാണോ? ലോങ് റണ്ണിൽ ഇവർ ഒരുമിച്ചാണോ? എന്താണ് ഇവരുടെ ഭാവി എന്നൊന്ന് കാണിച്ചു തരൂ. ഇവരുടെ റിലേഷൻഷിപ്പ് ലോങ് റണ്ണിൽ നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകുമോ? ഫ്യൂച്ചർ എന്താണെന്നൊന്ന് കാണിച്ചു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. ദയവായി കാണിച്ചു തരും. എടുക്കുകയാണേ. പേജ് ഓഫ് വാൻഡ്സ്. ലവേഴ്സ്. ഇത് ഞാൻ ടോട്ടലി ഡിഫറെൻറ്റ് ഡെക്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനർജി ഓവർലാപ്പ് ആവുന്നു നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ഞാൻ വേറെ ഡെക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ആ കാർഡ് നിങ്ങൾക്ക് ഉള്ളത് തന്നെ ആണെന്ന് ക്ലിയർ ആണല്ലോ. ടവർ, the fool, okay, 3 of cups, bottom of the deck വന്നിട്ട് ace of swords. ഭാവിയിലും ഇവർക്ക് നിങ്ങളോട് സ്നേഹം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവിടെ വേറെ പക്ഷെ നിങ്ങളുടെ പേഴ്സണും ഒരു ചെറിയ ഇമ്മെച്യൂരിറ്റി ഉള്ള ഒരാളാണ്. നിങ്ങൾ തമ്മിൽ മെസ്സേജസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ഒരു ലവ് ലൈഫ് പ്രോപ്പറായിട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അഥവാ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവിടെ ഒരു ടവർ സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ആരും ആവാം എന്തും ആവാം അല്ലേ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവിടെ ഒരു ടവർ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് തരണം ചെയ്ത് മുന്നോട്ട് പോകാം, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. പക്ഷേ സൂക്ഷിച്ച് ആലോചിച്ച് എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കാതെ, കാരണം അവിടെ പേജ് ഓഫ് വോൺസ് പറയുമ്പോൾ ഒന്നും ആലോചിക്കാതെ കുറച്ച് കുട്ടിത്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അങ്ങനെ അല്ലാതെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു സീരിയസ് സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കി അതിൻ്റെ കോൺസിക്വൻസസ്, കാരണം ഏസ് ഓഫ് സ്വാർട്സ് ഒരു റിയാലിറ്റി ചെക്കാണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇത് ഗൈഡൻസ് ആണ് കേട്ടോ. പക്ഷേ നിങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹം വളരെ തീവ്രമായിട്ട് തന്നെ ഉണ്ട്, യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ഇവരെ ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ്, മുന്നോട്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പും കൂടെ ഉണ്ട് കേട്ടോ. ലവേഴ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സുമാണ്. എന്നുവെച്ചാൽ എന്തും നിങ്ങൾക്ക് പരസ്പരം തുറന്ന് പറയാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഉള്ളവരാണ് നിങ്ങൾ. ഓക്കെ, കൂടുതൽ കാർഡ്സ് നോക്കാം. ഡിവൈൻ ഗിവ് മീ സം മോർ കാർഡ്സ്. ജമുനായി രാശിക്കാർ വളരെ കൂടുതലായിട്ട് ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഫൂള് വെച്ചിട്ട് മേട രാശിക്കാർ ഏരീസും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഏസ് ഓഫ് വാൻസ് ന്യൂ ബിഗിനിങ് ആണ്. ദ സൺ, 10 of swords, 7 of pentacles, wheel of fortune, 8 of cups, page of cups. ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന 6 of pentacles ആണ് കേട്ടോ. ചിലർക്കെങ്കിലും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി അവിടെ കുറച്ച് സ്ട്രോങ് ആണ്, കാരണം ഭയങ്കര ഒരു പെയിനിൽ കൂടെ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്, ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലർക്കെങ്കിലും അവിടെ പ്രശ്നം ഫൈനാൻസസ് ആണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ലൈഫ് ലോങ് റണ്ണിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഈ സിറ്റുവേഷൻ എന്നൊക്കെ പുറത്ത് കടന്ന് ഈ പെയിൻഫുൾ സിറ്റുവേഷൻ മറികടന്ന് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിൽ എത്താം, ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവരാമെന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫ്യൂച്ചറാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ ഇവരുടെ ഫീലിങ്സൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ഇവർ ലോങ് റണ്ണിൽ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഈ പെയിൻഫുൾ സിറ്റുവേഷൻ എങ്ങനെ തരണം ചെയ്ത്, തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ, ടവർ മൂവ്മെൻ്റൊക്കെ ആണെങ്കിൽ അതിനെ തരണം ചെയ്ത് എങ്ങനെ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിൽ എത്താം, ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്താം, ഒരു ഹാപ്പി ഫാമിലിയിലേക്ക് എത്താം എന്നൊക്കെ ഇവർ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഇത് മാരീഡ് കപ്പിളിനും വാലിഡ് ആണ് കേട്ടോ. നിങ്ങളുടെ ഇൻലോസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി മൂലം നിങ്ങൾ സ്പൗസുമായിട്ട് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഫൈനാൻസസ് ആണ് അവിടെ ഇഷ്യൂ എങ്കിൽ, ഈവൻ ഡൗറി ഇഷ്യൂസ് അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഫാമിലി ഇടപെടൽ മൂലം നിങ്ങളെ പിരിച്ചു വെച്ചിരിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസ് ആലോചിക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്ത് വരാം. അവരുടെ കുട്ടികളെ പറ്റിയിട്ടൊക്കെ അവർ വളരെ കൺസേൺഡ് ആണ് കേട്ടോ. ഇല്ല എന്നൊന്നും വിചാരിക്കരുത്, ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കാണുന്നുണ്ട് അവിടെ. ഓക്കെ, അതേപോലെ മറ്റു തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും ഒരു പാരൻ്റൽ ഇഷ്യൂ ആണ്, മാരേജിന് സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ളതാണെങ്കിലും ഇവർ ലോങ് റണ്ണിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ,
ന്യൂ ബിഗിനിങ് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഏത് തരം സിറ്റുവേഷൻ ആണെങ്കിലും തേർഡ് പാർട്ടി ഏത് തരം പലതരം ഞാൻ പറയാറുണ്ട്, ഇതിലേത് സിറ്റുവേഷൻ ആണെങ്കിലും പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ നിങ്ങൾ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ വഴക്കിട്ടിട്ട് പിരിഞ്ഞിരിക്കുന്ന ഒരു സംസാരിച്ച് തുടങ്ങിയതായിരിക്കും, അത് ഇമ്മച്യൂറിറ്റി കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ വഴക്കിട്ടിട്ട് യാതൊരു കാര്യമില്ലാതെ വഴക്കിട്ടു, എന്നിട്ട് ഒരു സെപ്പറേഷനിലിരിക്കുകയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളും കുറച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകണം, അവരും കുറച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് നമ്മളുടെ ഫെയ്റ്റ് എന്താണോ അതിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം വിധിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലേ. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ശരി, ആ മുകളിൽ ഒരാളുണ്ട്, ലൈക്ക് ആ ഒരു ഡെസ്റ്റിനി എന്താണ് അവിടെ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ വരുള്ളൂ അല്ലേ. അപ്പം അനാവശ്യ വഴക്കുകളൊക്കെ ഒഴിവാക്കുക, എന്തെങ്കിലും സംസാരിച്ച് വഴക്കിടുമ്പോഴേക്ക് ബ്ലോക്ക് ചെയ്യുക, അതൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ആകെ മൊത്തം ഇവിടെയും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് കാണുന്നത്. പക്ഷേ അറ്റ് പ്രസൻറ്റ് നിങ്ങളിൽ പലരും ഒരു ടവർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, വളരെ തീവ്രമായ പെയിനിൽ കൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഫ്യൂച്ചറിൽ ഒരു ഗുഡ് ടേൺ ഓഫ് ഇവൻറ്റ്സ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേര് MNOPQRS തുടങ്ങുന്നതാണെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പ്, ഇവരുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം MNOPQRS തുടങ്ങുന്നതാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് ഒരു റിലേഷൻഷിപ്പിലാണ്. അവരുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം MNOPQRS തുടങ്ങുന്നതാണ്. ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്? ഇവർ തമ്മിൽ റീയൂണിയൻ പോസിബിൾ ആണോ? പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ ഇവർ ഒരുമിച്ചാണോ? നല്ല രീതിയിലാണോ ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നൊന്ന് കാണിച്ചു തരൂ. ഒരു ഹീലിംഗ് പോസിബിലിറ്റിയൊക്കെ അവിടെ ഉണ്ടോ? വഴക്കിട്ടിരിക്കുകയാണെങ്കിൽ, പുതിയ ലവ് ആണെങ്കിൽ എങ്ങനെയാണ്? എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്? ഇവരുടെ പേഴ്സൻ്റെ പേര് MNOPQRS തുടങ്ങുന്നു. എടുക്കുകയാണേ. റീയൂണിയൻ. ഓക്കെ, 2 of Cups. എൻ്റെ ചോദ്യം എന്താ, റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടോ എന്നല്ലേ. ഓക്കെ, 7 of Wands, King of Wands, Page of Wands, okay, 6 of Pentacles and King of Swords. ഈ സിറ്റുവേഷനിൽ ഇവിടെ ഉള്ള ലേഡി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ലേഡി മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം 2 കിങ്ങിൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. ഈ രണ്ടാമത്തെ കിങ് ഇച്ചിരി കൺട്രോളിങ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അത്ര പെട്ടെന്ന് ഒരു സോറി ഒന്നും പറയാത്ത അങ്ങനെ ഒരാളായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളാണ് എന്നിവർ വിശ്വസിക്കുന്നു. അതേപോലെ നിങ്ങളുടെ അടുത്തോ ഇവരുടെ അടുത്തോ പെട്ടെന്ന് ആൾക്കാർ അട്രാക്റ്റ് ആവും. ഓക്കെ, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. നിങ്ങളാവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം. ഓക്കെ, അതേപോലെ 4 പേര് നിങ്ങളുടെ അടുത്ത് ഒരു അഡ്വൈസൊക്കെ ചോദിച്ച് വരാറുണ്ട്. കാരണം നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. അപ്പോൾ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. ചിലരെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, മെസ്സേജ് അയക്കണം എന്നെല്ലാം വളരെയധികം ആഗ്രഹമുണ്ട്. ഓൺലൈൻ സ്റ്റോക്ക് നിങ്ങളവരെയും ചെയ്യാറുണ്ട്. പക്ഷേ ആ ഒരു മെസ്സേജ് അയക്കുന്നതിൽ നിന്നൊക്കെ സ്വയം സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്ത് സാബോട്ടാജ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇന്ന്
അല്ലെങ്കിൽ നാളെ ഒരു റീയൂണിയൻ പോസിബിൾ, ഇന്ന് അല്ലെങ്കിൽ 2 ദിവസത്തിനകം ഒരു റീയൂണിയൻ പോസിബിളാണ്. 2 വീക്സിൻ്റെ ഉള്ളിലെന്ന് കൂട്ടിക്കോളൂ. ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 2 വീക്സിൻ്റെ ഉള്ളിൽ ഓക്കെ ഒരു റീയൂണിയൻ പോസിബിളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കാണുകയെങ്കിലും ചെയ്യും. കണ്ട് സംസാരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതേപോലെ നിങ്ങൾ ഒരു സെൽഫ് റിലയൻസിലേക്ക് വരുന്നതായിട്ടും ഹീലിങ്ങിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ലുക്സിൽ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കണം. പുതിയൊരു ജോബ് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്ത് കാണണം. ഇതെല്ലാം ഇവരുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. അവരത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. കിങ് ഓഫ് സ്വാർഡ്സ് പറഞ്ഞ ചിലരെങ്കിലും ഒരു ഈഗോ പ്രശ്നം മൂലം നിങ്ങളെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്ന, സാബട്ടാജ് വന്നത് ഒരു ഈഗോ പ്രശ്നം മൂലമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടോ ചോദിച്ചാൽ സ്നേഹം ഉണ്ട് താനും. പരസ്പര സ്നേഹം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഈ സിറ്റുവേഷൻ മാറുമെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇവർ ഓൺലൈൻ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. സാബട്ടാജ് മാറിയിട്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, give me more cards, divine. Give me more cards in this regard. Please give me more cards in this regard. Give me more cards in this regard. Death, Ace of Cups, Two of Wands, the World, Six of Wands, Nine of Wands, Strength. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ഹെയറോഫൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, സ്നേഹമാണ് കേട്ടോ, യാതൊരു സംശയം വേണ്ട. ഏസ് ഓഫ് കപ്സ് വിത്ത് 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സ്നേഹം, ഏസ് ഓഫ് കപ്സ് അൾട്ടിമേറ്റ് കാർഡാണ് അല്ലേ. ലവേഴ്സിന് ശേഷം ഏസ് ഓഫ് കപ്സിലാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ഉള്ളതായിട്ട് നമുക്ക് കാണുന്നത്. നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അതേപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട് താനും. അതുപോലെ നിങ്ങളുമായിട്ടൊരു റെഗുലർ പാറ്റേൺ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനൊക്കെ ഒരു റെഗുലർ പാറ്റേൺ കാണുമായിരിക്കും. അതായത് ലോങ് ഡിസ്റ്റൻസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാവലിംഗ് അവിടെ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ട്രാവൽ ചെയ്ത് വന്നാൽ മാത്രമേ തമ്മിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതൊരു പാറ്റേൺ ആണ്. ലൈക്ക് വീക്ക് ആഫ്റ്റർ വീക്ക്, മന്ത് ആഫ്റ്റർ മന്ത്, അങ്ങനെ 6 മാസത്തിലൊരിക്കൽ, അങ്ങനെയൊക്കെ ഒരു സ്ഥിരം പാറ്റേണിലാണ് നിങ്ങൾ കാണുന്നത്. ജോലി സംബന്ധമായിട്ടാണ് ഇവർ നിങ്ങളെ കാണാൻ വരാറുള്ളത്. കാരണം മേലെയുള്ളത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, ജോലി സംബന്ധമായിട്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ കാണാറുള്ളത്. ഇപ്പോൾ ഇന്ന് അവർക്കൊരു സക്സസ് കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. അവരൊരു ഹാപ്പി മൂഡിൽ ഇരിക്കുന്നതായിട്ടാണ് കേട്ടോ. എന്തോ ഒരു സക്സസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. സം ന്യൂ ബിഗിനിങ്, അവർക്ക് എന്തോ ഒരു എക്സിസ്റ്റിംഗ് കാര്യം എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ എല്ലാ സന്തോഷത്തിൻ്റെയും ഇടയിലും ഒരു റെസ്ട്രിക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം 9 ഓഫ് വോൺസ് ആണ്. അവിടെ പൂർണ്ണമായും ഒരു ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ബാക്ക് ഓഫ് ദി മൈൻഡിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പ്രശ്നം കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഭാവി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ വരുന്നുണ്ട്. സാബോട്ടാജ് സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അത് മാറി ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഏൺ ചെയ്യും. നിങ്ങളിൽ തന്നെ ഒരു നല്ല മാറ്റം നിങ്ങൾ കൊണ്ടുവരും. ഒരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങൾ ലൈഫിൽ എടുക്കും. ഒരു ന്യൂ ബിഗിനിങ്, വളരെ സ്നേഹമായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്. ഈ ലോങ് ഡിസ്റ്റൻസ് തുടരും. ഓക്കെ, അതവിടെ എൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതൊരു സൈക്ലിക്കായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡായിട്ടാണ് കാണുന്നത്. ഒരു റെസ്ട്രിക്ഷൻ അവിടെ കാണുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ക്ഷമയോടെ മാത്രമേ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ പേഴ്സണ് കുറച്ച് ഈഗോയുടെ ഇഷ്യൂവും കാണുന്നുണ്ട് കേട്ടോ. ആ ഈഗോ ഇഷ്യൂസ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. പരസ്പര സ്നേഹത്തിനൊന്നും യാതൊരു കുറവും ഇല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ലാസ്റ്റ് ഗ്രൂപ്പുകാർ
TUVWXYZ. അത് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ഈ ആൽഫബറ്റ്സിൽ തുടങ്ങുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ, ആ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് ഒരു റിലേഷൻഷിപ്പിലാണ്. അവരുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണ്. ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടോ? ന്യൂ ലവൊക്കെ ആണെങ്കിൽ സക്സസ്സിലെത്തുമോ? എക്സിസ്റ്റിംഗ് ലവേഴ്സ് സക്സസ്സിലെത്തുമോ? തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഫ്യൂച്ചർ എന്താണ്? എല്ലാം ഒന്ന് കാണിച്ചു തരൂ. മാരീഡ് കപ്പിളാണെങ്കിൽ അവരുടെ ഫ്യൂച്ചറും കാണിച്ചു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് TUVWXYZ. എപ്പോഴും ഈ ഗ്രൂപ്പുകാരാണ് ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ട് കാണാറുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചത്. എടുക്കാണ്. 6 of Pentacles, good. 3 of Pentacles, 2 of Swords, Page of Pentacles, King of Cups. ഹാപ്പി ആയി എനിക്ക്. 7 of Pentacles. ഇവരുടെ ഇഷ്യൂ, ഈ ഗ്രൂപ്പുകാരുടെ എപ്പോഴും ഞാൻ നോക്കുമ്പോൾ കാണാറുള്ള ഇഷ്യൂ എന്ന് പറയുന്ന ഫൈനാൻസസ് ആണ് കേട്ടോ. ഫൈനാൻസ്, മനസ്സിൽ സ്നേഹമുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് ഒരുപാട് സ്നേഹമുള്ള ആൾ തന്നെയാണ്, പക്ഷേ എന്താണ്, ആക്ഷൻ കുറച്ച് പതുക്കെ എടുക്കുള്ളൂ. സ്നേഹം മനസ്സിൽ വെച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണ് ഇവർ കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെയും പലരും വെള്ളം കൂടുതലായിട്ടുള്ള സ്ഥലത്ത് ജീവിക്കുന്നവരായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നൊക്കെ ഇവർക്ക് മനസ്സിൽ അതിതീവ്രമായ ആഗ്രഹമുണ്ട്. ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രശ്നം അവിടെ ഫൈനാൻസസ് ആണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്. തേർഡ് പാർട്ടി ആരുമാവാം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ഡിവൈൻ, ഗിവ് മീ മോർ കാർഡ്സ്. Give me some more cards. Give me some more cards. Seven of Cups responsibilities തന്നെയാണ് കേട്ടോ. 2 of Wands, 9 of Swords, Ace of Swords, 3 of Swords, Page of Wands, 9 of Wands. ഇവിടെ ഹാങ്ഡ് മാനാണ്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഈ ഗ്രൂപ്പിൽ വരുമ്പോൾ എനിക്കൊരു അവർ ഓവർ കൺഫ്യൂസ്ഡ് ആണ് ഈ ഗ്രൂപ്പുകാർ കേട്ടോ. എല്ലാ റീഡിങ്ങിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇവരെ കുറച്ച് കൂടുതൽ ഹീല് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഗ്രൂപ്പിൽ ഉള്ളവരാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ നിങ്ങൾ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യൂ. അത് അവർക്ക് റിഫ്ലക്റ്റ് ആയിക്കോളും കേട്ടോ. കാരണം പല പല പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ആകെ സ്ട്രെസ്ഡായിട്ട് ഡിസോറിയൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, പല പല പ്രശ്നങ്ങളിൽ പെട്ടിട്ട് അവർ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് ക്ലാരിറ്റി എന്ന് ഞാൻ പറയും, പക്ഷേ ഇവിടെ ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ് കാണുന്നത്. കൺഫ്യൂഷനിൽ പെട്ടിട്ട് മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ, ഉറക്കവും ഇല്ല, സ്ട്രെസ്സാണ്, ആങ്സൈറ്റിയാണ്, ഡിപ്രഷനാണ്. കുറേ പേർക്ക് മനസ്സിൽ സ്നേഹമുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതിതീവ്രമാണ്. അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക്, നിങ്ങളിൽ ചിലരെങ്കിലും സെപ്പറേറ്റഡ് ആണ് ഇപ്പോൾ. ഓക്കെ, സെപ്പറേഷൻ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ചിലരെങ്കിലും ഓൺ ആൻഡ് ഓഫായിട്ട് ഒരു മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവർ ഒരു കൺഫർമേഷനായിട്ട് ഒരു തീരുമാനം നിങ്ങളുടെ അടുത്ത് പറയാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ അതങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് വളരെ പ്രബലമായിട്ട് ആഗ്രഹമുണ്ട് താനും. പക്ഷേ ഈ കാര്യം മുന്നോട്ട് ഇവർ കൊണ്ടുപോകുന്നതായിട്ട് അവിടെ കാണുന്നില്ല. തേർഡ് പാർട്ടി ആണ് അവിടെ മെയിൻ ഇഷ്യൂ.
അവിടെ ഒരു ഭയങ്കര ജഗ്ലിംഗ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതിനകത്ത് മേജർ അർക്കാന കാർഡ്സ് യാതൊന്നും തന്നെ വന്നിട്ടില്ല. എല്ലാ രാശിയും തന്നെ വന്നിട്ടുണ്ട് കുറേശ്ശെ. ഓക്കെ, കൂടുതലായിട്ട് വന്നിരിക്കുന്ന പെൻറ്റക്കിൾസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണ് അവിടെ എന്ന് പറയാൻ കാര്യം. ഓക്കെ, ടോട്ടൽ കൺഫ്യൂസ്ഡ് ആണ് ഇവർ. ഒരുപാട് കാര്യങ്ങളിൽ തല കൊണ്ടിട്ടിട്ടുണ്ട്. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ ഇവരുടെ പാർട്ട്ണർ കുറച്ച് കൺട്രോളിങ് ആണ് എന്നും കാണുന്നുണ്ട്. ചിലർക്കെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആണ്, ഇവർ സെപ്പറേറ്റ് ആയിട്ട് ലോങ് ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ ഉറക്കമൊന്നും ഇല്ല, രണ്ടു പേർക്കും ഉറക്കമൊന്നും ഇല്ല. ആൻസൈറ്റി, ഡിപ്രഷൻ എന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള ബാഡ് ഡ്രീംസ് വരിക, മോശപ്പെട്ട ഡ്രീംസ് കണ്ടിട്ട് എണീക്കുക, ക്ലാരിറ്റി ഇല്ലായ്മ ലൈഫിൽ, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവിടെ കംപ്ലീറ്റ് സെപ്പറേഷൻ, ഒരു ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. ഓൺ ആൻഡ് ഓഫ് മെസ്സേജസ് വരാറുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് മാറ്റിയിട്ട് ഒന്ന് ഇവരുടെ സ്റ്റാറ്റസൊക്കെ നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ഇടയ്ക്കൊന്ന് ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഇവർക്ക് ഇല്ലാത്തതായിട്ടാണ് കാണുന്നത് കേട്ടോ. വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ് അവിടെ കാണുന്നത്. അവരൊരു തീരുമാനം അവിടെ എടുക്കുന്നതായിട്ട് കാണുന്നില്ല, അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, എനിക്കിതിൽ കാർഡ്സ് എന്താണോ കാണിച്ച് തരുന്നത് എനിക്ക് അതുപോലെ പറയാനേ സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ഷമിക്കുക, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും ഇത് കേൾക്കുമ്പോൾ. ഞാൻ ഈ കേസിൽ മാത്രം നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. ഞാൻ ഫ്യൂച്ചർ തന്നെയാണ് ഇവിടെ ചോദിച്ചത് അല്ലേ, മൂവ്മെൻറ്റ് വരുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. എന്നാലും നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് കാര്യമായിട്ട് തന്നെ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഡിവൈൻ, ഈ ഗ്രൂപ്പുകാരുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കൂ, ഒന്ന് കാണിച്ചു തരൂ. 5 ഓഫ് പെൻറ്റക്കിൾസ്, ഫൈനാൻസസ് ആണ് അവിടെ ബുദ്ധിമുട്ട്, മെയിൻ ഇഷ്യൂ കേട്ടോ. 4 ഓഫ് കപ്സ്, മിസ്സിങ് എനർജി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു തീരുമാനം അവിടെ വരുന്നില്ല. അപ്പോഴും സ്നേഹം ഉണ്ടോ ചോദിച്ചാൽ സ്നേഹം ഉണ്ട് താനും. ഓക്കെ, ജെമിനി രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട്, മിഥുന രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി അവർക്ക് പേടിയാണ്. ഓക്കെ, അവിടെ ഒരു ആക്ഷൻ അവർ വളരെ കൺട്രോളിങ് ആയിട്ട് കാണുന്നു. അവരെ എതിർത്ത് ഒരു ആക്ഷൻ എടുക്കാൻ ഇവർ ധൈര്യം കാണിക്കാത്തത് പോലെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവർ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവരെ ഒളിച്ചിട്ടായിരിക്കും ചെയ്യേണ്ടാവുക. 3 ഓഫ് പെൻറ്റക്കിൾസ്, അവിടെ വീണ്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണുന്നത്. തേർഡ് പാർട്ടി അവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. 10 ഓഫ് വോൺസ്, അവർ ഒരു തടസ്സത്തിൽപ്പെട്ട് ഇങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് മൂവിങ് അവേ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന 6 ഓഫ് സ്വോർഡ്സ് ആണ്, അതും മൂവിങ് അവേ ആണ് കാണുന്നത് കേട്ടോ. ഫോഴ്സ്ഫുള്ളി മൂവിങ് അവേ, അതായത് ഇവർ മനസ്സോടെ അല്ല പോകുന്നത്, ഇവരുടെ തേർഡ് പാർട്ടി വളരെ ഫോഴ്സ്ഫുള്ളി തടഞ്ഞു വെക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പല നെഗറ്റീവ് കാര്യങ്ങളും, എനിക്ക് ആ വാക്ക് പറയാൻ ഇഷ്ടമില്ല, പല നെഗറ്റീവ് കാര്യങ്ങൾ മൂലമാണ് ഇവർ ഈ തടസ്സം, ഈ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നവിടെ, ഇതാണോ പെണ്ണോ ആവാം കേട്ടോ, അവിടെ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർ നിങ്ങളുടെ പേഴ്സണെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇവരുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ വല്ലാത്ത ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. 7 ഓഫ് വോൺസ്, അതുമൂലം നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നേരെ മുഖം തിരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ തന്നെ ഹീൽ ചെയ്ത് ഇതിൽ നിന്ന് പുറത്തേക്ക് വരണം. അതിനുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഹീലിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ ഹീൽ ചെയ്ത് വരുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും റിഫ്ലക്റ്റ് ആയിക്കോളും കേട്ടോ. അതേ എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നുള്ളൂ. ഡിവൈനെ ഉറച്ച് വിശ്വസിക്കുക, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലേക്ക് വരേണ്ടിയിരിക്കുന്നു, ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഈ ഗ്രൂപ്പുകാർ കഴിയുന്നതും ലൈവിൽ വരാൻ ശ്രമിക്കുക.
നമുക്ക് പേഴ്സണലി നിങ്ങളുടെ ഓരോരുത്തരുടെയും നോക്കാൻ പറ്റിയാൽ നോക്കാം. പരമാവധി കേട്ടോ, ഞാൻ പ്രോമിസ് ചെയ്യുമല്ല, പരമാവധി ഞാൻ നോക്കാം. കേസ് ബൈ കേസ് ബേസിസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കി പറയാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് ഞാൻ പറയാം കേട്ടോ. ഞാൻ ആലോചിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. ഓക്കെ, ഒരു സമയം കണ്ടെത്തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത്. നമുക്ക് നോക്കാം, ഞാൻ പറയാം കേട്ടോ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ അത് പെയ്ഡ് ആയിരിക്കും കേട്ടോ. കാരണം അതിനായിട്ട് ഞാനൊരു സമയം കണ്ടെത്തണം. അപ്പോൾ ഒരു പേയ്മെൻറ്റ് ഞാൻ വാങ്ങിച്ചാലേ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അത് കൊണ്ടിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് തന്നാൽ അതിന് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടില്ല ലൈഫിൽ. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ്. പോസിറ്റീവ് റീഡിംഗ് കിട്ടിയവർക്ക് ഒരുപാട് സന്തോഷം. നെഗറ്റീവ് റീഡിംഗ് വന്നവർക്ക് സമാധാനമായി ഇരിക്കുക, പോസിറ്റീവായി ഇരിക്കുക. എല്ലാം എപ്പോഴും നെഗറ്റിവിറ്റിയിൽ തന്നെ കിടക്കില്ല. ഏത് ഇരുട്ടിനും ഒരു വെളിച്ചമുണ്ട് അല്ലേ? അങ്ങനെ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. ഒരു പോസിറ്റീവ് സൈഡിലേക്ക് ജീവിതം തീർച്ചയായിട്ടും ഒരു ദിവസം പോകും എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്നൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.